ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. എടവക്കൂറിൽ ജനിച്ചവർ. എടവക്കൂറിൽ എടവമാസത്തിൽ ജനിച്ചവർ തടിച്ച മുഖത്തോടു കൂടിയവനായും കൃഷികാര്യങ്ങളിൽ സമർത്ഥനായും വാർദ്ധക്യത്തിലും യൗവനത്തിലും അതിസൗഖ്യത്തോടു കൂടിയവനായും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായും ധൈര്യവാനായും ശ്രീ സന്താനത്തോടു കൂടിയവനായും സഹനശക്തി ഉള്ളവനായും പൃഷ്ഠഭാഗം പാർശ്വമിവകളിൽ അടയാളത്തോടു കൂടിയവനായും പശുക്കളും കാളകളും വളരെ ഉള്ളവനായും തടിച്ച കഴുത്തോടു കൂടിയവനായും കഫപ്രകൃതിയായും ഭവിക്കും. ഇതാണ് എടവക്കൂറുകാരെ സംബന്ധിച്ച രീതികൾ. ഇപ്പം എടവക്കൂറുകാര് ദുർഗാദേവി, അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രിയകരമായ വഴിപാടുകൾ നടത്തണം. ശർക്കര പായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെളുത്ത വസ്ത്രം, മഞ്ഞ, നീല എന്നീ ഉടയാടകൾ സമർപ്പിക്കുക, മഞ്ഞ മാലകൾ സമർപ്പിക്കുക, വെളുത്ത മാലകൾ, മുല്ലമാല, പിച്ചിമാല എന്നിവ സമർപ്പിക്കുക. ദേവിക്ക് അന്നം ദാതാവായ ദേവിക്ക് പച്ചരി, നെല്ല്, പച്ചരി എന്നിവ മേടിച്ചു കൊടുക്കുക. ഇതൊക്കെ ശർക്കര, നിവേദ്യത്തിനുള്ള സാധനങ്ങൾ ഒക്കെ മേടിച്ചു കൊടുക്കുന്നതും ഉത്തമമായിട്ടുള്ളതാണ്. ദുർഗതി നീക്കുന്നവൾ, ദാരിദ്ര്യത്തെ അകറ്റുന്നവൾ, അന്നദാന പ്രിയ, അന്നത്തെ നൽകുന്നവൾ, അന്നപൂർണേശ്വരി, അങ്ങനെയുള്ള ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഒക്കെ ഭഗവതി സേവയും പൗർണമിക്ക് ശർക്കര പൊങ്കലും മഞ്ഞപ്പൊങ്കലും ഒക്കെ സമർപ്പിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും നാരങ്ങ വിളക്ക് കൊളുത്തുന്നതും രാഹുദോഷ നിവാരണത്തിനും എടവക്കൂറുകാർക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ്. ദുർഗാഭജനം, ദുർഗതിയെ നീക്കിത്തരുന്ന ദുർഗാ മാതാവിനെ പ്രാർത്ഥിച്ച് അഭീഷ്ട കാര്യങ്ങൾ സാധിച്ച് ദേവി പ്രീതി നേടണം. ആഗ്രഹ സാഫല്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഭഗവതി സേവ പൗർണമി നാളിൽ നടത്തണം. എടവക്കൂറുകാർക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണിത്. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.